നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് വിശ്വമുറിയിലേക്ക് വന്ന് ഷർട്ട് ഊരുവാണ്. ആ സമയത്ത് ശ്രീജ അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീജ വന്നു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വിശ്വത്തിന്റെ കയ്യിലും പുറത്തൊക്കെ ഇങ്ങനെ ലാത്തിയുടെ പാട് കിടക്കുന്നു. പെട്ടെന്ന് ശ്രീജ എന്നിട്ട് ചോദിച്ചു, വിശ്വേട്ടനെ അവര് ഉപദ്രവിച്ചോന്ന് ചോദിച്ചു. പോലീസുകാര് ഇല്ലാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിശ്വം ഷർട്ട് കഴിക്കുവാണ്. സത്യം പറ വിശ്വേട്ട, തല്ലിയില്ലേന്ന് ചോദിച്ചു. അത് പിന്നെ ശ്രീജ വിനായകനെ പിടിച്ചോണ്ട് പോയി അവര് നല്ലവണ്ണം തന്നെ തല്ലി ചതച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛന് സഹിച്ചില്ല. അച്ഛന് നെഞ്ചുവേദന വരെ വന്നു. പിന്നീട് എന്നെ തല്ലിയ കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. കാരണം അതും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് സഹിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്നെ ഒന്നും ചെയ്തില്ല എന്നൊക്കെ അച്ഛൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞത്. പക്ഷെ ലാത്തിയും കൊണ്ടുള്ള അടിയല്ലേ, നല്ല വേദനയുണ്ട്. അതുകൊണ്ട് മാത്രം വിനായകൻ ചൂട് പിടിച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നേന്ന് പറഞ്ഞു. അച്ഛനൊരു കാരണവശാലും ഒന്നും അറിയില്ലെന്ന് വിചാരിച്ചിട്ട്. അത് കേട്ടപ്പോൾ ശ്രീജയ്ക്ക് ഭയങ്കര വിഷമമായി. ശ്രീജ വിശ്വേട്ടാന്ന് പറഞ്ഞ് വിശ്വത്തിനെ കെട്ടിപ്പിടിക്കുവാണ്. കാരണം ഭയങ്കര സങ്കടമായി പോയി ശ്രീജയ്ക്ക്. ആ സമയം വിനായകൻ കിടക്കുക. വിനായകന്റെ അടുത്തേക്ക് നന്ദിനി എന്നിട്ട് പറഞ്ഞു, മനുഷ്യ നിങ്ങളൊന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. എന്തിനാ എഴുന്നേക്കല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. വിനായകൻ എഴുന്നേക്കാൻ പോലും പറ്റില്ല. ഒരു വിധത്തിൽ എഴുന്നേറ്റു. എന്താടി കാര്യം എന്താ? നിങ്ങളുടെ അച്ഛൻ എന്നെ പറഞ്ഞു കേട്ടോ ക്ഷുദ്രജീവിന്ന്. ക്ഷുദ്രജീവിന്നോ? അതെ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എല്ലാ ക്ഷുദ്രജീവികളും ഇറങ്ങിക്കോളൂന്ന്. വീട്ടിലുള്ളതും അതേന്ന്. അപ്പം അത് എന്നെ ഉദ്ദേശിച്ച് മാത്രം എൻ്റെ മുഖത്ത് നോക്കിയല്ലേ പറഞ്ഞേ. അത് ചിലപ്പോൾ അച്ഛൻ ഇപ്പോഴായിരിക്കും തോന്നിയത് എന്ന് പറഞ്ഞു. അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ പോലീസുകാരൻ നിങ്ങളുടെ തല്ലിയതുള്ളൂ, പക്ഷെ നിങ്ങളുടെ കണ്ണി രണ്ട് ഞാൻ കുത്തിപ്പൊടിക്കും എന്ന് പറഞ്ഞു. ഇപ്പം നിനക്ക് എന്താ വേണ്ടത്? പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം അച്ഛനും കൂടെ ഗുണ്ടാപ്പണി ചേർന്നിട്ടുണ്ടോന്ന്. അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? അല്ല, വിക്രത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കണ്ടില്ലേ? അവൻ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയിട്ടും. എടി, നമ്മളായിട്ട് തൽക്കാലത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട. നിനക്കറിയാലോ, നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ, എന്നിട്ട് വീണ്ടും തിരിച്ചു കയറ്റിയിരിക്കുന്ന. ഇനി ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോകേണ്ട വരും. ഓഹോ, അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ ഞാൻ കൂട്ടാക്കിയിട്ടില്ലെന്ന് നന്ദിനി പറഞ്ഞു. ഇതിൽ രണ്ടിലൊന്നും അറിഞ്ഞിട്ടുള്ളൂ. എടി, നീ എന്തറിയാൻ പോകുക? നിനക്കറിയാലോ ഞാൻ കുറെ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്നോട് നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ കുത്തുവാക്കുകൾ കേൾക്കേണ്ട വരുമായിരുന്നോ മനുഷ്യ? ഇല്ലല്ലോ. നിങ്ങൾ എന്നോട് പറഞ്ഞോ? എടി, നിന്നോട് പറഞ്ഞിട്ട് ഇപ്പം എന്താവാനാ? കഴിഞ്ഞത് കഴിഞ്ഞു പോയില്ലേ? കഴിഞ്ഞു പോയി. പക്ഷേ ഇതാരോടാ പറയേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. എന്ത്? ചില കാര്യങ്ങളൊക്കെ അറിയണ്ടവരറിയണമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് നന്ദിനി ഫോൺ എടുത്ത് വിളിക്കുകയാണ്. എടി, നീ ആരെ വിളിക്കണേ? ആരെ വിളിക്കുന്നത് നിങ്ങൾ കണ്ടോ മനുഷ്യ എന്നും പറഞ്ഞിട്ട് നേരെ വേദയാണ് നന്ദിനി ഫോൺ വിളിക്കുന്നത്. പിന്നീട് വേദ എടുത്തു. ഇതെന്താ നന്ദിനി അടുത്താണല്ലോ വിളിക്കണേ എന്നൊക്കെ ഓർത്തുകൊണ്ട് കോൾ എടുക്കുകയാണ്. അപ്പോൾ വേദയെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് സംശയമായി. കാരണം നന്ദിനി അങ്ങനെ വിളിക്കാറുള്ള പതിവുള്ളതല്ല. ആ സമയം വേദ ചോദിച്ചു, എന്താ നന്ദിനി അടുത്തി? നീ അവിടെ സുഖിച്ചിരിക്കുവല്ലേ? എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എന്ത് കുഴപ്പമുണ്ടാക്കിയെന്നാ നന്ദിനി അടുത്തി പറയണേ? നിനക്കൊന്നും അറിയത്തില്ലല്ലേ? എടി, നീ കാരണം ഈ വീട്ടിലുള്ളവരെ വിഷമിക്കുന്ന, ഈ വീട്ടിലുള്ളവരെ തല്ലുകൊള്ളുന്ന, അത് നിനക്ക് വല്ലതും അറിയാമെന്ന് ചോദിച്ചു. തല്ലുകൊള്ളുന്നോ? അതിന് ഞാൻ തെറ്റേതേ? നിന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ? എടി, നിന്റെ അനുജത്തി ദീപ്തിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ വരുണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ നിന്റെ കുണ്ടാ ഭർത്താവായ വിക്രത്തെ കൊണ്ട് ആ വരുണിനെ കൊല്ലിച്ചു. എന്നിട്ടോ വിക്രത്തിനെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കൊണ്ടുപോയി തല്ലി ചതച്ചില്ലേ വിനയേട്ടനെയൊക്കെ? വിനയേട്ടനെ തല്ലി ചതച്ചെന്നോ? പിന്നല്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പോലീസുകാർ ഇഞ്ച് ചതയ്ക്കുന്ന പോലെ ചതച്ചത്. ഇനി ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല വിനയേട്ടൻ്റെ ശരീരത്ത്. അല്ല, അച്ഛൻ എന്തേലും പറ്റിയോ? അച്ഛനെ ശരീരോപദ്രവം ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ മനസ്സിനെന്തോ പറ്റിയെന്ന് തോന്നും. ഇപ്പൊ ധാർമ്മികതയൊക്കെ വിട്ടുകളഞ്ഞിട്ട് ഗുണ്ടാപ്പണിക്ക് ഇറങ്ങാൻ പോകണമെന്നൊരു സംശയമില്ലാതില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പം വേദ പറഞ്ഞു, നന്ദിനി അടുത്തി, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യമല്ല. ഞാൻ ദർശനെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഒരു ദർശനെ കൊണ്ട് വിളിപ്പിച്ചു പോലും. എടി, വിനയേട്ടനൊക്കെ നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും നീ ഒറ്റ എഴുത്തിയ കാരണം. എടി, അവളെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേടി നീ ഇതൊക്കെ ചെയ്യിച്ചെന്ന് ചോദിച്ചു. ഇതേ നന്ദിനി അടുത്തി, അങ്ങനൊന്നുമല്ല. നീ കൂടുതലൊന്നും പറയണ്ട, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ അവിടെ ചെയ്ത് കൂട്ടുന്നതിനെ അനുഭവിക്കുന്ന ഞാനാ. അതെ, വിനയേട്ടൻ ഒന്ന് ഫോൺ കൊടുക്കാമെന്ന് ചോദിച്ചു. അതെ, തൽക്കാലത്തേക്ക് ഫോൺ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി നിന്റെ ആശ്വസിപ്പിക്കലും കൂടെ താങ്ങാനുള്ള ശേഷിയൊന്നും വിനയേട്ടനില്ല. അതുപോലെ തല്ലു കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇങ്ങനെ എന്തേലും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നന്ദിനി അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. ആ സമയത്ത് ഒന്ന് ആലോചിക്കുകയാണ് വിനായകനെ. എന്നിട്ട് പറഞ്ഞു, എടി നന്ദിനി, നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ? വിക്രമല്ലല്ലോ ആ തെറ്റ് ചെയ്തിരിക്കുന്നേ. വിക്രമല്ലല്ലോ വരുണിനെ കൊന്നേ. പിന്നെ നീ എങ്ങനെ ഇതെങ്ങനെ ഉറപ്പിച്ചു പറയുന്നു? അതെ, ഈ കീചകൻ ചത്ത സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് കൊന്നത് ഭീമനാന്ന് പറയുന്നുണ്ടല്ലോ കൗരവർ. എന്തുകൊണ്ടാണ് അങ്ങനെ കൗരവർ പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ചില്ലേന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ അത്രയൊക്കെ ഉള്ളു. ഇത്
ഇവിടെ വരുണിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിക്രമായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ വേറെ നോക്കിക്കോളും. അത്രയേ ഉള്ളൂ. നിങ്ങൾ കിടന്നുറങ്ങാൻ നോക്കും മനുഷ്യ എന്നും പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ട് കിടക്കുവാണ്. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവളാൾ കൊള്ളാലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് വിക്രത്തിനെ വിളിക്കുകയാണ്. അപ്പൊ ഇഷിതയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. ഇഷിതയോട് ചോദിച്ചു, അല്ല വിക്രം എവിടെയെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇഷിത പറഞ്ഞു, ഇത് കൊള്ളാലോ, എനിക്കൊരു റീലാ ഓർമ്മ വരുന്നേ. വിക്രം നീ എവിടെടാ എന്ന് ചോദിച്ചോണ്ടല്ല. ഇതേ തമാശ പറയാനല്ല, സമയമില്ല, ഒന്നും വിക്രത്തിന് കൊണ്ട് ഫോൺ കൊടുക്കുമെന്ന് വെച്ചു. ആ ഞാൻ കൊടുക്കാവേന്ന് പറഞ്ഞു. അങ്ങനെ വിക്രത്തിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു വേദയാന്ന് പറഞ്ഞു. അങ്ങനെ ഇഷിത അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് വിക്രത്തിനോട് വേദ പറഞ്ഞു, അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ? 12 മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി കിട്ടുമെന്ന് പറഞ്ഞു. ശരി, പിന്നെ ഒരു കാര്യം, CCTV കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന സമയത്ത് എനിക്കൊരു മിസ് കോൾ അടിച്ചാൽ മതി. അപ്പോഴേക്കും ഞാൻ മെയിൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തോളാം. പിന്നെ അകത്തെ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ അത് ഫാൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ കയറി പോന്നാൽ മതി, കഥയൊക്കെ ഞാൻ തുറന്നിട്ടേക്കാന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഓക്കെ. അല്ല ഇത്ര റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ വേദ? ഇത് റിസ്ക് അല്ലേന്ന് ചോദിച്ചു. ഇത്ര റിസ്ക് എടുത്തില്ല ഒന്നും നടക്കില്ല വിക്രം. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഉണ്ടല്ലോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കണേ. അച്ഛനെയും വിനയനെയും വിശ്വനെയും എല്ലാം കൂടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ആ SI സാബു തല്ലി ചതച്ചെന്ന് പറയണേ. തല്ലി ചതച്ചെന്നോ? അച്ഛനെയോ? നന്ദിനിയടുത്തെ വിളിച്ചു പറഞ്ഞേ. അതിനകത്ത് എത്രമാത്രം ഉണ്ടെന്ന് സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല. നന്ദിനിയടുത്ത് പിന്നെ കുറച്ച് കൂട്ടി പറയുന്ന ആളാണല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വിക്രത്തിന് സഹിച്ചില്ല. ഒരു നിമിഷം വേദ പറഞ്ഞു. ഒരു നിമിഷം കഴിഞ്ഞിട്ട് വേദ പറഞ്ഞു, വിക്രത്തിന് അറിയാലോ ആ SI സാബുവിൻ്റെ കയ്യിലെങ്ങാനും ചെന്ന് പെട്ടുണ്ട് തീർന്നു അതോടുകൂടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു സൂക്ഷിക്കണം, ഒരു കാരണവശാലും പിടിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. അറിയാലോ 12 മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. ശരിയെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു. വിക്രത്തിന് എന്തോ സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് ഇഷിത വിക്രത്തിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അങ്ങ് വന്നാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, 12 മണി കഴിഞ്ഞിട്ട് എന്നാൽ മതി എന്നാ വേദ പറഞ്ഞതെന്ന് പറഞ്ഞു. ആണോ? അതിന് ഇനിയും സമയമുണ്ടല്ലോ, അന്നൊരു കാര്യം ചെയ്യാം, വിക്രം പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അത് വേണ്ട, ഒരു കാര്യം ചെയ്യാവോ, എനിക്ക് ആ കാറിൻ്റെ കീ ഒന്ന് തരാമെന്ന് ചോദിച്ചു. കാറിൻ്റെ കീയോ? അതെന്തിനാ? എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങോട്ട് പോകാനായിട്ട്? ഇപ്പൊ വിക്രം ഒരിടത്തേക്കും പോകണ്ട, വേദ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വെറുതെ വിടത്തില്ലാന്ന് പറഞ്ഞു. അതെ അത്യാവശ്യം ഉള്ളതുകൊണ്ടാ, അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാ. എന്ത് അത്യാവശ്യമാണെങ്കിലും ശരി ഞാൻ പുറത്ത് വിടത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് പുറത്തുനിന്നൊരു വണ്ടി വിളിച്ച് പോകേണ്ടതായിട്ട് വരും. ഡോക്ടറുടെ കാറാകുമ്പോൾ ആർക്ക് സംശയം തോന്നത്തില്ലോ എന്ന് കരുതിയിട്ടാണ് ഈ കാർ എടുത്തോട്ടെ എന്ന് ഞാൻ പറഞ്ഞേ. അത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, എന്താ വിക്രം എന്തിനുള്ള പുറപ്പാടാന്ന് ചോദിച്ചു. അതെ ചില കാര്യങ്ങളൊക്കെ ഇനി ചെയ്യേണ്ടതുണ്ട്. ഒരു പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ വേറെ പലർക്കും പല പ്രശ്നങ്ങളും ഇനി ഉണ്ടാവും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എനിക്കത് ചെയ്തേ മതിയാവുള്ളൂ. ഒരു പക്ഷെ ഇന്ന് ചെയ്തില്ലെങ്കിൽ എനിക്കത് പിന്നെ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ഇഷിത കാറിൻ്റെ കീ കൊടുക്കുവാണ്. അങ്ങനെ വിക്രം എന്ത് ചെയ്തു, കാർ എടുത്തുകൊണ്ട് നേരെ പോവുകയാണ്. ഇതേ സമയത്ത് SI സാബു ചന്ദ്രശേഖരനും കൂടി കൂടുവാണ്. അവർ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രശേഖരൻ ഭയങ്കര സന്തോഷത്തിലാണ്. അവന് കിട്ടാനുള്ള അവൻ്റെ കുടുംബത്തിന് കിട്ടി, ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, അവന് നോവെന്ന് പറയണം. സാറേ അവനെ നമുക്ക് പുറത്ത് കൊണ്ടുവരണ്ടേന്ന് ചോദിച്ചു. പുറത്ത് കൊണ്ടുവരണം, പക്ഷേ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലെങ്ങാനും ആ മാഷും കുടുംബവും പോയി പരാതിപ്പെടുമോയെന്ന് ചോദിച്ചു. പരാതിപ്പെടാനൊന്നും പോകുന്നില്ലടോ, താൻ ആ കാര്യമൊന്നും ഓർത്ത് പേടിക്കണ്ട, തൻ്റെ തൊപ്പിയൊന്നും തെറിക്കാൻ പോകുന്നില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വാസവനെ അവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞുവിടാം. അങ്ങനെ വാസവൻ കയറി ഇറങ്ങിയിട്ടുണ്ടെന്ന് നാട്ടുകാരൊക്കെ പറയും. വാസവൻ കയറി ഇറങ്ങുന്ന വീടെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അറിയാലോ. അത് സാറേ അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ പുളിക്കനുണ്ടല്ലോ, പുളിക്കനെ പിടികൂടാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ മറിഞ്ഞിരിക്കുന്നത്. പുളിക്കിന് ഒരു കാരണവശാലും അവൻ്റെ കൈ കിട്ടില്ല. അതിനു മുമ്പ് ദേ നമ്മുടെ കൈ കിട്ടണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു. പുളിക്കിനെ സാറിൻ്റെ ഉള്ളം കൈ കൊണ്ട് വെച്ച് തരും ഞാനെന്ന് പറഞ്ഞു. പിന്നെ സാറേ അവന് അക്രമകാരി അറിയാലോ, പേടിക്കൊന്നും വേണ്ടോ, തനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല ഇന്നെന്താ സാറേ ശ്രീകാന്ത് വരാത്തേന്ന് ചോദിച്ചു. അതോ അവൻ അവൻ്റെ ഭാര്യയും കൊണ്ട് സെക്കൻഡ് ഷോയ്ക്ക് പോകണം, 11 മണിക്ക് ഷോയ്ക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, ശരി ശരി എന്നാൽ ശരി സാറേ ഞാൻ പോട്ടേന്ന് പറഞ്ഞു. അല്ല ഇച്ചിരൂടെ കഴിച്ചിട്ട് വണ്ടി ഓടിച്ച് പോകണ്ട, ശരിയാകത്തില്ല. പോലീസുകാർക്ക് മദ്യം ഒഴിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ എന്താണോ പ്രശ്നം? അവര് കാണിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നല്ലേന്ന് ചോദിച്ചു. എൻ്റെ സാറേ എന്നാലും ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, വലിയ ആളും കളിച്ച് SI സാബു ബൈക്ക് എടുത്തോണ്ട് അങ്ങോട്ട് പോവാണ്. പക്ഷെ പോകുന്ന വഴിക്ക് വിക്രം കാത്തിരിക്കുന്നുണ്ടായിരുന്നു, പ്ലാനും തയ്യാറാക്കിക്കൊണ്ട്. അങ്ങനെ അവനങ്ങോട്ട് വരുന്ന സമയത്ത് വിക്രം ഒരു വള്ളി അങ്ങോട്ട് വലിച്ചു. അത്തേ തട്ടിയിട്ട് അവൻ്റെ ബൈക്ക് അങ്ങോട്ട് മറിഞ്ഞു വീണു.
വരുന്ന വഴി തന്നെ മറിഞ്ഞു വീഴുവാണ് എസ് ഐ സാബുവിൻ്റെ. അപ്പോഴേക്കും വിക്രം അങ്ങോട്ടേക്ക് വന്നു. കയ്യിലൊരു മുളങ്കമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് അവനെ അവിടെ ഇട്ട് തല്ലി ചതയ്ക്കുവാണ് എസ് ഐ സാബുവിനെ. ഉള്ള ദേഷ്യം, തൻ്റെ അച്ഛനെയും ചേട്ടന്മാരെയും ഉപദ്രവിച്ചതിന് ദേഷ്യം മൊത്തം അവൻ്റെ ദേഹത്ത് തീർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.